ജീവിതത്തിൽ വിജയം എന്നത് ഒരിക്കലും ഒരു അപകടമല്ല, അതൊരു യാദൃശ്ചികതയുമല്ല. പലപ്പോഴും നമ്മൾ വിജയികളെ നോക്കി പറയും, അവൻ ഭാഗ്യവാനാണ് എന്ന്. സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിയെ നോക്കി മറ്റു മാതാപിതാക്കൾ പറയും, ആ കുട്ടിക്ക് നല്ല ബുദ്ധിയുണ്ട്, ദൈവം കൊടുത്ത വരമാണ് എന്ന്. എന്നാൽ സത്യമതല്ല. വിജയം എന്നത് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ്. അതൊരു ഡിസൈനാണ്. പരീക്ഷകളിൽ വിജയിക്കുക എന്നത് ജീവിതത്തിൽ വിജയിക്കുക എന്ന വലിയ പാഠത്തിന്റെ ഒരു ചെറിയ അധ്യായം മാത്രമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിലെ പരീക്ഷാപേടിയെക്കുറിച്ചാണ്. എന്നാൽ ഓർക്കുക, ഇത് പരീക്ഷയെക്കുറിച്ച് മാത്രമല്ല, ഇത് ജീവിതത്തെ നേരിടാനുള്ള കരുത്തിനെക്കുറിച്ചാണ്. ഭയം എവിടെ നിന്നാണ് വരുന്നത്? അറിവില്ലായ്മയിൽ നിന്നാണ് ഭയം വരുന്നത്. ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് കയറാൻ കുട്ടിക്ക് പേടിയാണ്. എന്തുകൊണ്ട്? ആ മുറിയിൽ എന്താണെന്ന് അവനറിയില്ല. ലൈറ്റിട്ടാൽ ആ പേടി മാറും. പരീക്ഷാപേടിയും അതുപോലെയാണ്. തയ്യാറെടുപ്പില്ലാത്ത മനസ്സിന്റെ ഇരുട്ടാണ് ആ ഭയം. നമ്മൾ ആദ്യം തകർക്കേണ്ട ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. അതായത്, ചില കുട്ടികൾ ജന്മനാമിടുക്കരാണെന്നും ചിലർ മോശക്കാരാണെന്നുമുള്ള ധാരണ. ഇത് തെറ്റാണ്. ആരും ജയിക്കാൻ വേണ്ടി ജനിക്കുന്നില്ല, ആരും തോൽക്കാൻ വേണ്ടി ജനിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ നടത്താനാണ്. വിജയിക്കാൻ തീരുമാനിക്കുന്ന കുട്ടി വിജയിക്കുന്നു, ആ തീരുമാനമെടുക്കാത്ത കുട്ടി പരാജയപ്പെടുന്നു. പരീക്ഷ എന്നത് കുട്ടിയുടെ ബുദ്ധിയുടെ അളവുകോലല്ല, മറിച്ച് ആ കുട്ടി നടത്തിയ തയ്യാറെടുപ്പിന്റെയും അച്ചടക്കത്തിന്റെയും അളവുകോലാണ്. നിങ്ങളൊരു കർഷകനെ നോക്കുക. അയാൾ വിത്ത് വിതയ്ക്കുന്നു. അയാൾക്ക് ഉറപ്പാണ് താൻ വിതച്ച വിത്ത് നാളെ മുളയ്ക്കുമെന്ന്. അയാൾക്ക് പേടിയില്ല. എന്റെ വിത്ത് മുളയ്ക്കുമോ, എനിക്ക് വിളവ് ലഭിക്കുമോ എന്ന് അയാൾ ഭയപ്പെടുന്നില്ല. കാരണം അയാൾക്ക് പ്രകൃതിയുടെ നിയമങ്ങളറിയാം. കൃത്യമായി നിലമൊരുക്കി വളം നൽകി വെള്ളം നനച്ചാൽ വിളവ് ലഭിക്കുമെന്നത് ഒരു നിയമമാണ്. പഠനവും ഇതുപോലെയാണ്. പരീക്ഷാപേടിയുണ്ടാകുന്നത് കൃത്യമായി വിത്ത് വിതയ്ക്കാത്തവർക്കാണ്. വിളവെടുപ്പ് കാലം അടുക്കുമ്പോൾ പാടത്ത് ഒന്നും ചെയ്തിട്ടില്ലാത്ത കർഷകൻ ഭയപ്പെടുന്നു. എന്നാൽ വിയർപ്പൊഴുക്കിയ കർഷകൻ ആ ദിവസത്തെ ആവേശത്തോടെ കാത്തിരിക്കുന്നു. ഇവിടെയാണ് കാണപ്പെടാത്ത അധ്വാനം എന്ന ആശയം വരുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നത് വിജയത്തെ മാത്രമാണ്. 99% മാർക്ക് വാങ്ങിയ കുട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ കാണുമ്പോൾ നമ്മൾ ആ കുട്ടിയെ അഭിനന്ദിക്കുന്നു. എന്നാൽ ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ആരും കാണാത്ത ആയിരക്കണക്കിന് മണിക്കൂറുകളുണ്ട്. ആ കുട്ടി ടിവി കാണാതെ ഇരുന്നിട്ടുണ്ട്. ആ കുട്ടി കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകാതെ പുസ്തകത്തിനു മുന്നിൽ ഇരുന്നിട്ടുണ്ട്. ആ കുട്ടി അതിരാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഈ കാണപ്പെടാത്ത അധ്വാനം ആണ് വിജയത്തിന്റെ അടിത്തറ. ഒരു വലിയ കെട്ടിടം പണിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാസങ്ങളോളം അവർ കുഴിയെടുക്കുകയാണ്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. അയാൾ ചോദിക്കും, ഇവിടെ എന്താണ് നടക്കുന്നത്? കെട്ടിടം എവിടെ? എന്നാൽ എഞ്ചിനീയർക്കറിയാം, എത്രത്തോളം ഉയരത്തിൽ കെട്ടിടം പോകണമോ അത്രത്തോളം ആഴത്തിൽ അടിത്തറ വേണമെന്ന്. കുട്ടികളുടെ പഠനവും ഇങ്ങനെയാണ്. പരീക്ഷ എന്ന കെട്ടിടം ഉയർന്നു നിൽക്കണമെങ്കിൽ ദിവസേനയുള്ള ശീലങ്ങൾ എന്ന അടിത്തറ ആഴത്തിൽ വേണം. പേടി വരുന്നത് അടിത്തറ ദുർബലമാകുമ്പോഴാണ്. കാറ്റ് വീശുമ്പോൾ മരമൊടിയുമോ എന്ന് ഭയക്കുന്നത് അതിന്റെ വേരുകൾക്ക് ബലമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ കുട്ടികളോട് പറയേണ്ടത് പഠിക്കൂ, മാർക്ക് വാങ്ങൂ എന്നല്ല, മറിച്ച് അടിത്തറ ബലപ്പെടുത്തൂ എന്നാണ്. മാർക്കെന്നത് ഒരു ഉപോൽപ്പന്നം മാത്രമാണ്. നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്താൽ മാർക്ക് തനിയെ വരും. പൂമ്പാറ്റയെ പിടിക്കാൻ പുറകെ ഓടരുത്. പൂന്തോട്ടം നിർമ്മിക്കുക. അപ്പോൾ പൂമ്പാറ്റകൾ നിങ്ങളെ തേടിവരും. വിജയം നിങ്ങളെ തേടിവരണം. അതിന് നിങ്ങൾ അർഹതയുള്ളവരായി മാറണം. എന്താണ് തയ്യാറെടുപ്പ്? തയ്യാറെടുപ്പ് എന്നാൽ അവസരത്തെ കണ്ടുമുട്ടാനുള്ള ഒരുക്കമാണ്. പരീക്ഷ എന്നത് ഒരവസരമാണ്, നിങ്ങളെത്തന്നെ തെളിയിക്കാനുള്ള അവസരം. തയ്യാറെടുപ്പില്ലാത്ത കുട്ടിക്ക് പരീക്ഷ ഒരു ഭീഷണിയാണ്. തയ്യാറെടുപ്പുള്ള കുട്ടിക്ക് അതൊരു വെല്ലുവിളിയാണ്. ജീവിതം എപ്പോഴും വെല്ലുവിളികൾ തന്നുകൊണ്ടിരിക്കും. സ്കൂളിലെ പരീക്ഷകൾ ചെറിയ വെല്ലുവിളികൾ മാത്രമാണ്. ഇത് കൈകാര്യം ചെയ്യാൻ പഠിച്ചാൽ നാളെ ജീവിതത്തിലെ വലിയ പരീക്ഷകളെയും നേരിടാൻ കുട്ടിക്ക് കഴിയും. ഭയം കുറയ്ക്കാനുള്ള ഏറ്റവും വലിയ വഴി പ്രവർത്തിക്കുക എന്നതാണ്. പ്രവർത്തനം ഭയത്തെ ഇല്ലാതാക്കുന്നു. ആലോചിച്ചിരിക്കുമ്പോൾ ഭയം വളരും. പുസ്തകം തുറന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഭയം കുറയാൻ തുടങ്ങും. കുട്ടികളെ പഠിപ്പിക്കേണ്ട പ്രധാന പാഠം ഇതാണ്. പേടി തോന്നുമ്പോൾ പ്രവർത്തിക്കുക. നാളെ പഠിക്കാം എന്ന് മാറ്റിവെക്കുമ്പോഴാണ് ഭയം കൂടുന്നത്. ഇന്നുതന്നെ, ഇപ്പോൾ തന്നെ തുടങ്ങുമ്പോൾ മനസ്സിന് ഒരു ധൈര്യം വരുന്നു. ഞാൻ എന്റെ കടമ ചെയ്യുന്നു എന്ന തോന്നൽ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. സമ്മർദ്ദം എല്ലാവർക്കുമുണ്ട്. എന്നാൽ സമ്മർദ്ദം നമ്മളെ തകർക്കാനല്ല, നമ്മളെ വാർത്തെടുക്കാനാണ്. ഒരു വജ്രമുണ്ടാകുന്നത് കൽക്കരിയുടെ മേൽ അമിതമായ സമ്മർദ്ദം വരുമ്പോഴാണ്. സമ്മർദ്ദമില്ലാതെ വജ്രമില്ല. പരീക്ഷയുടെ സമ്മർദ്ദം കുട്ടിയെ തകർക്കുന്നില്ല, മറിച്ച് ആ കുട്ടി എന്തിനൊക്കെ പ്രാപ്തനാണ് എന്ന് തെളിയിക്കുകയാണ്. എന്നാൽ ആ സമ്മർദ്ദം താങ്ങാൻ കുട്ടിക്ക് കരുത്തുണ്ടോ എന്നതാണ് ചോദ്യം. ആ കരുത്ത് വരുന്നത് അച്ചടക്കത്തിൽ നിന്നാണ്. 2 കുട്ടികളുടെ ഉദാഹരണം നോക്കാം. ഒരു കുട്ടി രാമു പരീക്ഷയ്ക്ക് തലേദിവസം വരെ കാര്യമായൊന്നും പഠിച്ചില്ല. അവന് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷേ അവൻ സമയം മുഴുവൻ കളിച്ചു നടന്നു. പരീക്ഷയുടെ തലേന്ന് അവന് വലിയ പേടിയാണ്. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കരയുന്നു. മാതാപിതാക്കൾ അവന് വഴക്കു പറയുന്നു. മുറിയിൽ മുഴുവൻ സമ്മർദ്ദമാണ്. രണ്ടാമത്തെ കുട്ടി സോമു എല്ലാ ദിവസവും കുറച്ചു സമയം പഠിക്കുമായിരുന്നു. അവന് രാമുവിനേക്കാൾ ബുദ്ധി കുറവായിരിക്കാം, പക്ഷെ അവന് കൃത്യനിഷ്ഠയുണ്ടായിരുന്നു.
പരീക്ഷയുടെ തലേദിവസം സോമുവിന് പേടിയില്ല. അവൻ ശാന്തനാണ്. അവൻ നേരത്തെ ഉറങ്ങുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുന്നു. ഇവിടെ വ്യത്യാസം ബുദ്ധിയല്ല, വ്യത്യാസം ശീലമാണ്. രാമു വിശ്വസിച്ചത് അവസാന നിമിഷത്തെ അത്ഭുതത്തിലാണ്. സോമു വിശ്വസിച്ചത് ചിട്ടയായ പ്രവർത്തനത്തിലാണ്. കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത് ഈ ചിന്താഗതിയാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കരുത്, അധ്വാനത്തിൽ വിശ്വസിക്കുക. ഭാഗ്യക്കുറിയെടുത്താൽ പണം കിട്ടുമായിരിക്കും, പക്ഷേ അത് ജീവിതം പടുത്തുയർത്താനുള്ള വഴിയല്ല. പരീക്ഷാപ്പേടി മാറ്റാൻ കുറുക്കുവഴികളില്ല. ആകെയുള്ള വഴി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ്. ആത്മവിശ്വാസം വരുന്നത് വെറുതെ എനിക്ക് കഴിയും എന്ന് പറഞ്ഞതുകൊണ്ടല്ല, ഞാനത് ചെയ്തു എന്ന് പറയുമ്പോഴാണ് ആത്മവിശ്വാസം വരുന്നത്. ഓരോ ദിവസത്തെയും പാഠങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർക്കുമ്പോൾ കുട്ടിക്ക് കിട്ടുന്ന ആത്മവിശ്വാസം ഏതു മരുന്നിനേക്കാളും വലുതാണ്. ശ്രദ്ധാകേന്ദ്രീകരണം അഥവാ ഫോക്കസ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ 1000 കാര്യങ്ങളുണ്ട്. മൊബൈൽ ഫോൺ, ടിവി, സോഷ്യൽ മീഡിയ ഇവയെല്ലാം കുട്ടിയുടെ ശ്രദ്ധയെ കവർന്നെടുക്കുന്നു. ശ്രദ്ധ ചിതറിയ മനസ്സ് ദുർബലമാണ്. സൂര്യപ്രകാശം എല്ലായിടത്തും വീഴുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് കടലാസ് കത്തിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ലെൻസ് വെച്ച് ആ പ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അതിന് തീപ്പൊരി ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഫോക്കസിന്റെ ശക്തി. കുട്ടിയുടെ മനസ്സ് ചിതറിപ്പോകാതെ സൂക്ഷിക്കുക എന്നത് ഒരു യുദ്ധമാണ്. നമ്മൾ നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ലോക്കറുകൾ ഉപയോഗിക്കുന്നു, വീട് സംരക്ഷിക്കാൻ ഗേറ്റ് പൂട്ടുന്നു. എന്നാൽ ഏറ്റവും വിലപ്പെട്ട ശ്രദ്ധ എന്ന സമ്പത്തിനെ നമ്മൾ ആർക്കും മോഷ്ടിക്കാൻ വിട്ടുകൊടുക്കുന്നു. പരീക്ഷാപ്പേടി കുറയ്ക്കാൻ ആദ്യം വേണ്ടത് ബാഹ്യമായ ശല്യങ്ങളെ ഒഴിവാക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായും പഠിക്കുക, കളിക്കുന്ന സമയത്ത് പൂർണ്ണമായും കളിക്കുക. രണ്ടും കൂടി കലർത്തരുത്. പകുതി ശ്രദ്ധയോടെ പഠിക്കുന്നത് ഓട്ടപാത്രത്തിൽ വെള്ളം കോരുന്നത് പോലെയാണ്. എത്ര കോരിയാലും പാത്രം നിറയില്ല. അപ്പോൾ സ്വാഭാവികമായും നിരാശയും പേടിയും വരും. ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒന്നും ഓർമ്മ നിൽക്കുന്നില്ലല്ലോ എന്ന് കുട്ടി പരാതിപ്പെടും. കുട്ടി പഠിച്ചിട്ടില്ല എന്നതല്ല സത്യം, കുട്ടി ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് സത്യം. വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും ഒരു നേർരേഖയല്ല, അതൊരു പടിപടിയായുള്ള വളർച്ചയാണ്. ആദ്യം പഠിക്കുക, പിന്നെ അത് പ്രയോഗിക്കുക, തെറ്റുകൾ വിലയിരുത്തുക, തിരുത്തുക, വീണ്ടും ശ്രമിക്കുക. ഈ ചക്രം ആവർത്തിക്കണം. തെറ്റുകൾ വരുത്താൻ കുട്ടിയെ അനുവദിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് എത്ര തെറ്റുകൾ വേണമെങ്കിലും വരുത്താം. വീട്ടിലിരുന്ന് മോഡൽ പരീക്ഷകൾ എഴുതുമ്പോൾ തോൽക്കുന്നതിൽ കുഴപ്പമില്ല. ആ തോൽവികളിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കേണ്ടത്. തോൽക്കാൻ പാടില്ല എന്ന ചിന്തയാണ് പേടിയുണ്ടാക്കുന്നത്. തോറ്റാലും സാരമില്ല, അതിൽ നിന്ന് പഠിച്ചു മുന്നേറാം എന്ന ചിന്ത ധൈര്യം നൽകുന്നു. മാതാപിതാക്കൾ കുട്ടികളോട് പറയണം, നിന്റെ മാർക്കിനേക്കാൾ എനിക്കു വലുത് നിന്റെ പരിശ്രമമാണ്. കുട്ടിക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയില്ലെങ്കിലും അവൻ തന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അഭിനന്ദിക്കുക. ഫലത്തെയല്ല, പ്രയത്നത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഫലം നമ്മുടെ കയ്യിലല്ല, പ്രയത്നം നമ്മുടെ കയ്യിലാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതാണ് വിഡ്ഢിത്തം. നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അച്ചടക്കം. ഈ വാക്കു കേൾക്കുമ്പോൾ പലർക്കും അരോചകമായി തോന്നാം. എന്നാൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിലാണ് അച്ചടക്കം. വിമാനം പറക്കുന്നത് ആകാശത്തിലെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. എന്നാൽ ആ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് കർശനമായ എഞ്ചിനീയറിംഗ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ വിമാനം തകർന്നു വീഴും. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ. അച്ചടക്കമുള്ള കുട്ടിക്ക് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്ത കുട്ടി കളിക്കുന്ന സമയത്ത് പോലും മനസ്സമാധാനം അനുഭവിക്കുന്നില്ല. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ടാകും. അയ്യോ, ഞാൻ പഠിച്ചില്ലല്ലോ എന്ന ചിന്ത അവനെ വേട്ടയാടും. എന്നാൽ പഠിച്ചു തീർത്ത കുട്ടിക്ക് കളിക്കുമ്പോൾ പൂർണ്ണ സന്തോഷം ലഭിക്കുന്നു. അതുകൊണ്ട് പരീക്ഷാപ്പേടി മാറ്റാനുള്ള മരുന്ന് മോട്ടിവേഷൻ മാത്രമല്ല, അച്ചടക്കമാണ്. മോട്ടിവേഷൻ എന്നത് കുളിക്കുന്നത് പോലെയാണ്, അത് എന്നും ചെയ്യണം. എന്നാൽ അച്ചടക്കം എന്നത് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്, അത് നമ്മുടെ ജീവന്റെ ഭാഗമാണ്. മൂഡ് ഉള്ളപ്പോൾ മാത്രം പഠിക്കുക എന്നത് പരാജയത്തിന്റെ ലക്ഷണമാണ്. മൂഡ് ഇല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിജയികൾ ജനിക്കുന്നത്. എനിക്കിന്ന് പഠിക്കാൻ തോന്നുന്നില്ല എന്ന് കുട്ടി പറയുമ്പോൾ ശരി, എന്നാൽ നാളെ പഠിക്കാം എന്ന് പറയുന്ന രക്ഷിതാവ് ആ കുട്ടിയോട് ചെയ്യുന്നത് വലിയ ദ്രോഹമാണ്. തോന്നലുകൾക്കനുസരിച്ചല്ല, ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവരെ പഠിപ്പിക്കുക. ക്ഷമ, അത് മറ്റൊരു പ്രധാന ഘടകമാണ്. നമ്മൾ ജീവിക്കുന്നത് ഇൻസ്റ്റന്റ് യുഗത്തിലാണ്. എല്ലാം പെട്ടെന്ന് വേണം. എന്നാൽ വിജയം പെട്ടെന്ന് കിട്ടില്ല, അതിന് സമയമെടുക്കും. ഒരു മുളയുടെ വിത്ത് നട്ടാൽ ആദ്യത്തെ 5 വർഷം പുറത്തേക്കൊന്നും കാണില്ല. നമ്മൾ വിചാരിക്കും അത് ഉണങ്ങിപ്പോയിയെന്ന്. എന്നാൽ ആ 5 വർഷം അത് മണ്ണിനടിയിൽ വേരുകൾ പടർത്തുകയാണ്. 5-ാം വർഷം അത് ആകാശത്തേക്ക് കുതിച്ചുയരും. പഠനവും ഇതുപോലെയാണ്. ചിലപ്പോൾ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ചാലും ഉടനെ മാർക്ക് കൂടിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് അവരെ കുറ്റപ്പെടുത്തരുത്. അവരുടെ വേരുകൾ വളരുന്ന സമയമാണത്. ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമയെന്നാൽ വെറുതെ കാത്തിരിക്കലല്ല, പ്രതീക്ഷയോടെയുള്ള അധ്വാനമാണ്. ഈ യാത്രയിൽ അളവുകോലുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നുവെന്നറിഞ്ഞാലേ എവിടേക്കു പോകണമെന്ന് തീരുമാനിക്കാൻ കഴിയൂ. ഫീഡ്ബാക്ക് അഥവാ തിരുത്തലുകൾ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കണം. ടീച്ചർ പേപ്പറിൽ ചുവന്ന മഷികൊണ്ട് വരയ്ക്കുമ്പോൾ അത് കുട്ടിയെ അപമാനിക്കാനല്ല, മറിച്ച് കുട്ടിക്ക് വളരാനുള്ള അവസരം നൽകുകയാണ്. വിമർശനങ്ങളെ പേടിക്കുന്നവരാണ് പരീക്ഷയെ പേടിക്കുന്നത്.
വിമർശനങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് കുട്ടിയോട് പറയുക. ഇനി നമുക്ക് ജീവിതത്തിലെ ചില യഥാർത്ഥ നിയമങ്ങളിലേക്ക് കടക്കാം. എന്താണ് വിജയത്തിന്റെ വില? എല്ലാവരും ചോദിക്കുന്നത് എനിക്കെന്ത് കിട്ടും എന്നാണ്. എന്നാൽ വിജയികൾ ചോദിക്കുന്നത് ഞാൻ എന്ത് നൽകണം എന്നാണ്. നല്ല മാർക്ക് വേണോ? അതിനു പകരമായി ടിവി കാണുന്ന സമയം നൽകണം. ഉറക്കം കുറയ്ക്കണം. സുഖസൗകര്യങ്ങൾ ത്യജിക്കണം. ഒന്നും നൽകാതെ എല്ലാം നേടാൻ ആഗ്രഹിക്കുന്നതാണ് അത്യാഗ്രഹം. കുട്ടികളോട് പറയുക, ഓരോ നേട്ടത്തിനും ഒരു വിലയുണ്ട്. ആ വില കൊടുക്കാൻ തയ്യാറാണോ? എങ്കിൽ വിജയം നിന്റേതാണ്. പലരും കരുതുന്നത് പരീക്ഷാപേടി എന്നത് കുട്ടിയുടെ മാത്രം പ്രശ്നമാണെന്നാണ്. എന്നാൽ അത് ആ കുട്ടിയുടെ ശീലങ്ങളുടെയും ആ കുട്ടി വളരുന്ന സാഹചര്യത്തിന്റെയും പ്രതിഫലനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, വിജയത്തിനൊരു വിലയുണ്ട് എന്ന്. ആ വില മുൻകൂട്ടി നൽകണം. അവിടെ കടം പറയാൻ പറ്റില്ല. ഇന്നു പഠിക്കാം, നാളെ പഠിക്കാമെന്ന് മാറ്റിവെക്കുന്ന കുട്ടി യഥാർത്ഥത്തിൽ ആ വില നൽകാൻ മടിക്കുകയാണ്. എന്നാൽ ജീവിതം കണക്കു ചോദിക്കും. പരീക്ഷ ഹാപ്പിൽ വെച്ചല്ല ജീവിതം കണക്കു ചോദിക്കുന്നത്, ഫലം വരുന്ന ദിവസമാണ്. 2 തരം വേദനകളുണ്ട് ജീവിതത്തിൽ. 1 അച്ചടക്കത്തിന്റെ വേദന, 2 ഖേദത്തിന്റെ വേദന. അച്ചടക്കത്തിന്റെ വേദനയ്ക്ക് തൂക്കം കുറവാണ്, അത് ഔൺസുകൾ മാത്രമേയുള്ളൂ. എന്നാൽ ഖേദത്തിന്റെ വേദനയ്ക്ക് ടണ്ണുകളുടെ ഭാരമുണ്ട്. പരീക്ഷയ്ക്ക് മുൻപ് ടിവി കാണാതെ പഠിച്ചിരിക്കുന്നതിന്റെ വേദന വളരെ ചെറുതാണ്. എന്നാൽ പരീക്ഷ തോറ്റുകഴിയുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം, ആ ഖേദം, അത് ജീവിതകാലം മുഴുവൻ വേട്ടയാടും. കുട്ടികളെ ഈ വ്യത്യാസം പഠിപ്പിക്കുക. മക്കളെ, ഇപ്പോൾ കുറച്ചു ദിവസം കഷ്ടപ്പെട്ടാൽ ഭാവിയിൽ സമാധാനമായി ഉറങ്ങാം. ഇപ്പോൾ സുഖിച്ചാൽ ഭാവിയിൽ ഉറക്കം നഷ്ടപ്പെടും. ഇതാണ് സത്യം. എളുപ്പമുള്ള വഴികൾ തേടിപ്പോകുന്നവരാണ് അവസാനം കഷ്ടപ്പെടുന്നത്. ബുദ്ധിമുട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതം എളുപ്പമായിത്തീരുന്നു. പരീക്ഷയെ പേടിക്കുന്ന കുട്ടി യഥാർത്ഥത്തിൽ അധ്വാനത്തെയാണ് പേടിക്കുന്നത്. എനിക്ക് എളുപ്പത്തിൽ ജയിക്കണം എന്ന ആഗ്രഹമാണ് പേടിക്ക് കാരണം. എളുപ്പത്തിൽ കിട്ടുന്ന വിജയത്തിന് ആയുസ്സില്ല. പെട്ടെന്ന് പണിയുന്ന വീട് പെട്ടെന്ന് തകർന്നു വീഴും. പാറയിൽ പണിയുന്ന വീടാണ് നിലനിൽക്കുക. പഠനമെന്നത് പാറയിൽ വീട് പണിയുന്നതുപോലെയാണ്. അത് കഠിനമാണ്, സമയമെടുക്കും, പക്ഷെ അത് സുരക്ഷിതമാണ്. ഭയം പലപ്പോഴും നിശ്ചലാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിനെ തടയാൻ ഒരു ചെറിയ കല്ല് മതി. ആ ചക്രത്തിനു മുന്നിൽ ഒരു കല്ല് വെച്ചാൽ ആ ട്രെയിനിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. എന്നാൽ അതേ ട്രെയിൻ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോവുകയാണെങ്കിൽ 5 അടി കനമുള്ള കോൺക്രീറ്റ് ഭിത്തി പോലും അതിന് തടസ്സമല്ല. അത് ആ ഭിത്തിയെ തകർത്തു മുന്നോട്ടു പോകും. ഇതാണ് വേഗതയുടെ ശക്തി. കുട്ടികളുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. പഠിക്കാതെ വെറുതെയിരിക്കുന്ന കുട്ടിയുടെ മനസ്സ് നിർത്തിയിട്ട ട്രെയിൻ പോലെയാണ്. ചെറിയൊരു സംശയം മതി, ചെറിയൊരു പേടി മതി അവനെ തളർത്താൻ. എനിക്കിത് അറിയില്ലല്ലോ എന്ന ചെറിയ ചിന്ത അവനെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും. എന്നാൽ കൃത്യമായി പഠിച്ചു മുന്നേറുന്ന കുട്ടിക്ക് വേഗതയുണ്ട്. അവനു മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അവനത് തകർത്തു മുന്നോട്ടു പോകും. അവന് സംശയങ്ങൾ വന്നാൽ അവനത് ചോദിച്ചു മനസ്സിലാക്കും. അവന് പേടി തോന്നിയാൽ അവനത് തരണം ചെയ്യും. കാരണം അവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടിയെ ഒരിക്കലും വെറുതെയിരിക്കാൻ അനുവദിക്കരുത്. ചലനം സൃഷ്ടിക്കുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഒരു പാഠം പഠിച്ചു തീർത്താൽ അത് വലിയൊരു കാര്യമായി കാണുക. ആ ചെറിയ വിജയം അവന് അടുത്ത പാഠം പഠിക്കാനുള്ള ഊർജം നൽകും. വിജയം വിജയത്തെ ആകർഷിക്കുന്നു, പരാജയം പരാജയത്തെയും. കുട്ടിക്ക് ജയിക്കാൻ ഒരവസരം നൽകുക. വീട്ടിൽ വെച്ച് ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് അവന് ഉത്തരം പറയാൻ അവസരം നൽകി അവനെ വിജയിപ്പിക്കുക. എനിക്കുത്തരം പറയാൻ കഴിയുന്നുണ്ട് എന്ന തോന്നൽ അവന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തും. നിങ്ങളുടെ കുട്ടി ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന് പറയാറുണ്ട്. പഠിക്കാൻ മടിയുള്ള പരീക്ഷയെ കുറ്റം പറയുന്ന അധ്യാപകരെ കളിയാക്കുന്ന കുട്ടികളുമായാണ് നിങ്ങളുടെ കുട്ടി നടക്കുന്നതെങ്കിൽ സൂക്ഷിക്കുക. ആ സ്വാധീനം അവനിലേക്കും വരും. പരാജയപ്പെട്ടവർ എപ്പോഴും പരാജയത്തിന് ന്യായീകരണങ്ങൾ കണ്ടെത്തും. അവർ പറയും, ചോദ്യം കഠിനമായിരുന്നു, ടീച്ചർ പഠിപ്പിച്ചത് ശരിയല്ല, സിലബസ് മോശമാണ്. ഈ ന്യായീകരണങ്ങൾ നിങ്ങളുടെ കുട്ടിയും പറയാൻ തുടങ്ങും. എന്നാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുമായിട്ടാണ് കൂട്ടെങ്കിൽ അവിടെ സംസാരം വേറെയായിരിക്കും. അവർ പുതിയ ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കും. അവർ സംശയങ്ങൾ ചർച്ച ചെയ്യും. അവർ പരസ്പരം സഹായിക്കും. നല്ല സൗഹൃദങ്ങൾ പരീക്ഷാപേടി കുറയ്ക്കാൻ സഹായിക്കും. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളും കഷ്ടപ്പെടുന്നുണ്ട് എന്ന ചിന്ത ആശ്വാസം നൽകും. മടിയന്മാരുമായുള്ള കൂട്ടുകെട്ട് പതുക്കെ പതുക്കെ കുട്ടിയുടെ വീര്യം കെടുത്തിക്കളയും. ഇവിടെയാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. കുട്ടി വീട്ടിൽ വരുമ്പോൾ എന്താണ് സംസാരിക്കുന്നത്? സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അവൻ കൂട്ടുകാരെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. അവൻ പരാതികൾ മാത്രമാണോ പറയുന്നത്, അതോ പുതിയ കാര്യങ്ങൾ പഠിച്ചതിനെക്കുറിച്ചാണോ? പരാതികൾ പറയുന്ന മനസ്സ് പ്രശ്നങ്ങളെ മാത്രം കാണുന്ന മനസ്സാണ്. പ്രശ്നങ്ങളെ മാത്രം കാണുന്നവർക്ക് പരിഹാരം കാണാൻ കഴിയില്ല. പരീക്ഷാപേടി ഒരു പ്രശ്നമാണ്, അതിന് പരിഹാരം പഠനമാണ്, പരാതിയല്ല. വാക്കുകൾക്ക് ശക്തിയുണ്ട്. കുട്ടി തന്നോട് തന്നെ എന്താണ് പറയുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഇതിനെയാണ് നമ്മൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. പല കുട്ടികളും തങ്ങളോട് തന്നെ പറയുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ്. എനിക്ക് കണക്ക് വഴങ്ങില്ല, എനിക്ക് ഓർമ്മശക്തി കുറവാണ്, ഞാൻ മണ്ടനാണ്. ഇത്തരം ചിന്തകൾ വിഷം പോലെയാണ്. അത് മനസ്സിനെ കാർന്നു തിന്നും. ഈ ചിന്തകളെ മാറ്റിയെടുക്കണം.
എനിക്ക് കണക്കറിയില്ല എന്ന് പറയുന്നതിനു പകരം ഞാൻ കണക്ക് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പഠിപ്പിക്കുക. എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നതിനു പകരം ഞാൻ കൂടുതൽ തവണ വായിക്കണം എന്ന് ചിന്തിക്കാൻ പഠിപ്പിക്കുക. നമ്മുടെ മനസ്സ് ഒരു അത്ഭുതകരമായ തോട്ടമാണ്. അവിടെ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അതാണ് വളരുക. നിങ്ങൾ റോസാപ്പൂവ് നട്ടാൽ റോസാപ്പൂവ് വിരിയകും. നിങ്ങൾ വിഷച്ചെടി നട്ടാൽ വിഷച്ചെടി വളരും. മനസ്സിനറിയില്ല ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന്. വിതയ്ക്കുന്നത് തിരിച്ചു തരിക എന്നത് മനസ്സിന്റെ ധർമ്മമാണ്. കുട്ടിയുടെ മനസ്സിൽ പേടി എന്ന വിത്ത് വീണാൽ അത് വളർന്നു വലുതായി പരാജയം എന്ന വിഷച്ചെടിയാകും. അവിടെ ആത്മവിശ്വാസത്തിന്റെ വിത്ത് പാകേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണ്. വീട്ടിലെ അന്തരീക്ഷം ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ടിവിയിൽ എപ്പോഴും നെഗറ്റീവ് വാർത്തകളും അക്രമവും ബഹളവുമാണെങ്കിൽ അത് കുട്ടിയുടെ മനസ്സിനെയും അസ്വസ്ഥമാക്കും. ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. പഠനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുക. വീട്ടിൽ പുസ്തകങ്ങളുണ്ടാവട്ടെ. അറിവിനെ ബഹുമാനിക്കുന്ന സംസ്കാരം വീട്ടിൽ വളർത്തിയെടുക്കുക. അച്ഛനും അമ്മയും വായിക്കുന്നത് കാണുന്ന കുട്ടി വായനയെ സ്നേഹിക്കാൻ തുടങ്ങും. അച്ഛനും അമ്മയും ടിവി കണ്ടുകൊണ്ട് കുട്ടിയോട് പോയിരുന്ന് പഠിക്ക് എന്നാജ്ഞാപിച്ചാൽ അത് നടക്കില്ല. മാതൃകയാണ് ഏറ്റവും വലിയ അധ്യാപകൻ. ജീവിതം എപ്പോഴും ഒരേപോലെയായിരിക്കില്ല. അതിന് ഋതുഭേദങ്ങളുണ്ട്. അവസരങ്ങളുടെ വസന്തകാലമുണ്ട്. അധ്വാനത്തിന്റെ ഗ്രീഷ്മകാലമുണ്ട്. ഫലങ്ങൾ ലഭിക്കുന്ന ശരത്കാലമുണ്ട്. ഒപ്പം കഷ്ടപ്പാടുകളുടെ ശൈത്യകാലവുമുണ്ട്. പരീക്ഷാക്കാലം എന്നത് പലപ്പോഴും കുട്ടികൾക്ക് ഒരു ശൈത്യകാലം പോലെയാണ്. അത് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഓർക്കുക, ഒരു ശൈത്യകാലവും എന്നേക്കുമായി നിലനിൽക്കില്ല. അതിനുശേഷം വസന്തം വന്നെ തീരൂ. ഈ തിരിച്ചറിവ് കുട്ടികൾക്ക് നൽകുക. ഇതും കടന്നുപോകും എന്ന ചിന്ത വലിയ ആശ്വാസം നൽകും. പരീക്ഷയെ ഒരു വലിയ മലയായി കാണാതെ കടന്നുപോകേണ്ട ഒരു പാതയായി കാണുക. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഞങ്ങൾ ഇതെല്ലാം പഠിക്കുന്നത്? ഈ കണക്കും സയൻസും കൊണ്ട് ജീവിതത്തിൽ എന്തു ഗുണം? നല്ല ചോദ്യമാണ്. ഇതിന് ഉത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പറയണം, മകനെ, നീ പഠിക്കുന്നത് കണക്ക് മാത്രമല്ല, നീ നിന്റെ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയാണ്. ജിമ്മിൽ പോയി ഡംബൽസ് എടുക്കുന്നത് ആ ഡംബൽസ് വീട്ടിൽ കൊണ്ടുപോകാനല്ല, മറിച്ച് ആ ഭാരമുയർത്തുമ്പോൾ പേശികൾക്കുണ്ടാകുന്ന ബലം അത് ജീവിതത്തിൽ ഉപയോഗിക്കാനാണ്. അതുപോലെയാണ് പഠനം. കണക്കിലെ പ്രയാസമുള്ള കണക്കുകൾ ചെയ്യുമ്പോൾ നിന്റെ ബുദ്ധിക്ക് മൂർച്ച കൂടുന്നു. പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് കൂടുന്നു. ഈ കഴിവാണ് നാളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്നെ സഹായിക്കുക. അതുകൊണ്ട് പഠനത്തെ ഒരു ഭാരമായി കാണരുത്. അതൊരു പരിശീലനമാണ്. മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള പരിശീലനം. എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം വിയർക്കും, വേദനിക്കും. പക്ഷേ അത് ശരീരത്തിന് നല്ലതാണ്. പഠിക്കുമ്പോൾ തലച്ചോറ് വേദനിക്കും, മടുപ്പ് തോന്നും. പക്ഷേ അത് ബുദ്ധിക്ക് നല്ലതാണ്. ഈ കാഴ്ചപ്പാട് മാറ്റം കുട്ടികളിലുണ്ടാക്കിയാൽ പരീക്ഷാപേടി പകുതി കുറയും. അവർ പരീക്ഷയെ കാണുന്നത് അവരെ തോൽപ്പിക്കാൻ വരുന്ന രാക്ഷസനായിട്ടല്ല, മറിച്ച് അവരെ ശക്തിപ്പെടുത്താൻ വരുന്ന പരിശീലകനായിട്ടായിരിക്കും. വിജയികൾക്ക് സമയം കൈകാര്യം ചെയ്യാൻ അറിയാം. പരാജിതർക്ക് സമയം എപ്പോഴും കുറവായിരിക്കും. എനിക്ക് പഠിക്കാൻ സമയമില്ല എന്നു പറയുന്ന കുട്ടി നുണ പറയുകയാണ്. എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. പ്രധാനമന്ത്രിയായാലും പ്യൂണായാലും 24 മണിക്കൂർ. വ്യത്യാസം ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. സമയത്തെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക. പോയ സമയം തിരിച്ചു കിട്ടില്ല. പരീക്ഷയ്ക്ക് തലേദിവസം ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ദിവസവും ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഒരു ദിവസം വെറും 15 മിനിറ്റ് അധികം പഠിച്ചാൽ ഒരു വർഷം കൊണ്ട് അത് എത്ര മണിക്കൂറാകുമെന്ന് ചിന്തിക്കുക. ആ ചെറിയ മാറ്റം മതി വലിയ വിജയം നേടാൻ. പരീക്ഷാപേടി കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗം വിഷ്വലൈസേഷനാണ്. മനസ്സിൽ കാണുക. കുട്ടി പരീക്ഷാ ഹാളിൽ ശാന്തനായിരിക്കുന്നത്, ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരമെഴുതുന്നത്, പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നത്. ഇതെല്ലാം മനസ്സിൽ കാണാൻ കുട്ടിയെ പഠിപ്പിക്കുക. മനസ്സ് ഒരു വിചിത്രമായ യന്ത്രമാണ്. അതിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങൾ പരീക്ഷയെക്കുറിച്ച് പേടിച്ച് തോൽക്കുന്ന കാര്യമാണ് ആലോചിക്കുന്നതെങ്കിൽ മനസ്സ് അതിനനുസരിച്ച് ശരീരത്തെ തളർത്തും. കൈവിറയ്ക്കും, നെഞ്ചിടിപ്പ് കൂടും. എന്നാൽ നിങ്ങൾ വിജയമാണ് മനസ്സിൽ കാണുന്നതെങ്കിൽ മനസ്സ് ശരീരത്തിന് ധൈര്യം നൽകും. ഇതൊരു മാജിക്കല്ല, ഇത് മനഃശാസ്ത്രമാണ്. ചാമ്പ്യന്മാർ മത്സരിക്കുന്നതിനു മുൻപ് അവർ ജയിക്കുന്നത് മനസ്സിൽ കാണാറുണ്ട്. അത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. കുട്ടികളോട് പറയുക, ഉറങ്ങുന്നതിനു മുൻപ് നീ നന്നായി പരീക്ഷ എഴുതുന്നത് ഒന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. അത് അവരുടെ ഉപബോധ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റും. ഭയത്തെ പുറത്താക്കാനുള്ള എളുപ്പവഴി ധൈര്യത്തെ അകത്തേക്ക് വിളിക്കുക എന്നതാണ്. ഇരുട്ടിനെ ഓടിക്കാൻ കഴിയില്ല, വെളിച്ചത്തെ കൊണ്ടുവരാനേ കഴിയൂ. പേടിയെ ഓടിക്കാൻ ശ്രമിക്കരുത്, ആത്മവിശ്വാസം വളർത്താൻ ശ്രമിക്കുക. പരീക്ഷാപേടി പലപ്പോഴും വരുന്നത് താരതമ്യത്തിൽ നിന്നാണ്. രക്ഷിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതാണ്. അവനെ കണ്ടു പഠിക്ക്, അവൻ എത്ര മാർക്കാണ് എന്ന് പറയുന്നത് കുട്ടിയെ തകർക്കും. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ഒരു മീനിനോട് മരം കയറാൻ പറഞ്ഞാൽ അത് തോറ്റുപോകും. നിങ്ങളുടെ കുട്ടിയുടെ കഴിവെന്താണെന്ന് തിരിച്ചറിയുക. അവനെ അവനുമായി മാത്രം താരതമ്യം ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ടോ എന്ന് മാത്രം ചോദിക്കുക. അവൻ ഇന്നലത്തേക്കാൾ ഇന്ന് നല്ലവനാണോ? എങ്കിൽ അവൻ വിജയിയാണ്. മറ്റുള്ളവരുമായുള്ള മത്സരം അസൂയയും പേടിയുമുണ്ടാക്കും. തന്നോടുള്ള മത്സരം വളർച്ച ഉണ്ടാക്കും. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ പഠിക്കണം. പരീക്ഷ ഒരു റിസ്ക്കാണ്. തോൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തോൽക്കാൻ ഭയന്ന് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റുമോ? കപ്പൽ തുറമുഖത്ത് കിടക്കുമ്പോൾ സുരക്ഷിതമാണ്.
പക്ഷെ കപ്പലുണ്ടാക്കിയിരിക്കുന്നത് തുറമുഖത്ത് കിടക്കാനല്ല, അത് തിരമാലകളെ നേരിട്ട് യാത്ര ചെയ്യാനാണ്. കുട്ടികൾ സുരക്ഷിതമായി വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയല്ല ജനിച്ചത്. അവർ ജീവിത സമുദ്രത്തിലേക്ക് ഇറങ്ങേണ്ടവരാണ്. പരീക്ഷകൾ ചെറിയ തിരമാലകൾ മാത്രമാണ്. അത് അവരുടെ കപ്പലിന്റെ ബലം പരിശോധിക്കുകയാണ്. പരാജയം എന്ന വാക്കിനെ നമ്മൾ പുനർനിർവചിക്കണം. തോൽവി എന്നാൽ അവസാനമല്ല, അത് പഠിക്കാനുള്ള അവസരമാണ്. തോമസ് ആൽവാ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുൻപ് 1000 തവണ പരാജയപ്പെട്ടു. ആരെങ്കിലും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തോറ്റതല്ല, ബൾബ് കത്താതിരിക്കാനുള്ള 1000 വഴികൾ ഞാൻ കണ്ടെത്തി. ഇതാണ് പോസിറ്റീവ് ചിന്ത. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അത് കുട്ടിയുടെ കഴിവുകേടല്ല, മറിച്ച് പഠിച്ച രീതിയിൽ മാറ്റം വരുത്തണം എന്നുള്ള സൂചനയാണ്. ഈ രീതിയിൽ ചിന്തിച്ചാൽ പേടി മാറും. മാർക്ക് കുറഞ്ഞാൽ അമ്മ വഴക്കു പറയും എന്ന പേടിയാണ് കുട്ടിയെ തളർത്തുന്നത്. മാർക്ക് കുറഞ്ഞാൽ നമുക്കത് തിരുത്താം എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ കുട്ടിക്ക് പേടിയുണ്ടാവില്ല. നമ്മൾ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമായിരിക്കണം. സ്നേഹം ഉപാധികളില്ലാത്തതായിരിക്കണം. നീ ജയിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും, തോറ്റാൽ സ്നേഹിക്കില്ല എന്ന സന്ദേശം കുട്ടികൾക്ക് നൽകരുത്. അത് അപകടകരമാണ്. ജയിച്ചാലും തോറ്റാലും നീ എന്റെ മകനാണ്, മകളാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഉറപ്പുമതി കുട്ടിക്ക് ഏത് ഹിമാലയവും കീഴടക്കാൻ. പരീക്ഷാഹാളിലേക്ക് കയറുമ്പോൾ കുട്ടിക്ക് തോന്നണം, എന്ത് സംഭവിച്ചാലും എനിക്ക് തിരിച്ചു ചെല്ലാൻ സുരക്ഷിതമായ ഒരു വീടുണ്ട് എന്ന്. ആ സുരക്ഷിതബോധം നൽകുന്ന ധൈര്യം ചെറുതല്ല. ഇനി ശാരീരികമായ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സ് ശരീരത്തിലാണിരിക്കുന്നത്. ശരീരം ക്ഷീണിച്ചാൽ മനസ്സ് ക്ഷീണിക്കും. പരീക്ഷാസമയത്ത് ഉറക്കമൊഴിച്ച് പഠിക്കുന്നത് നല്ലതല്ല. അത് വിപരീത ഫലമേ ചെയ്യൂ. തലച്ചോറിന് വിശ്രമം വേണം. ഓർമ്മകൾ അടുക്കിവെക്കുന്നത് ഉറക്കത്തിലാണ്. ഉറക്കമില്ലാത്ത കുട്ടിക്ക് ഓർമ്മശക്തി കുറയും, ദേഷ്യം കൂടും, പേടി കൂടും. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, കുറച്ച് വ്യായാമം, ഇതെല്ലാം പരീക്ഷാ തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. വണ്ടിക്ക് പെട്രോൾ അടിക്കാതെ ഓടിച്ചാൽ അത് വഴിയിൽ നിൽക്കും. കുട്ടിക്ക് ഊർജ്ജം നൽകണം. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ പലതും നടന്നത് ശാന്തമായ മനസ്സുകളിൽ നിന്നാണ്. ന്യൂട്ടൺ ആപ്പിൾ വീഴുന്നത് കണ്ടത് വെറുതെ ഇരിക്കുമ്പോഴാണ്. ആർക്കിമിഡീസ് തത്വം കണ്ടുപിടിച്ചത് കുളിക്കുമ്പോഴാണ്. സമ്മർദ്ദത്തിൽ നിന്ന് വലിയ ആശയങ്ങൾ വരില്ല, ശാന്തതയിൽ നിന്നേ വരൂ. അതുകൊണ്ട് കുട്ടികളോട് പറയുക, റിലാക്സ് ചെയ്യൂ, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശാന്തമാവുക. അമിതമായ ഉത്കണ്ഠ ബുദ്ധിയെ മരവിപ്പിക്കും. പേടിച്ചിരിക്കുന്ന മാൻ ഓടാൻ മറന്നുപോകും. അതുപോലെ പേടിച്ചിരിക്കുന്ന കുട്ടി പഠിച്ചതും മറന്നുപോകും. രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കും ഒരു റോളുണ്ട്. നിങ്ങൾ ഒരു ലൈറ്റ് ഹൌസ് പോലെയാകണം. കടലിൽ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ കപ്പലുകൾക്ക് വഴികാട്ടുന്നത് ലൈറ്റ് ഹൌസാണ്. അത് നടന്ന് കപ്പലിനെ രക്ഷിക്കുന്നില്ല, അത് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നു. വെളിച്ചം വീശുന്നു. കപ്പൽ ആ വെളിച്ചം നോക്കി സുരക്ഷിതമായി കരയ്ക്കടുക്കുന്നു. പരീക്ഷാസമയത്ത് വീട് ഒരു ലൈറ്റ് ഹൌസ് പോലെയാകണം. അവിടെ ശാന്തതയുണ്ടാകണം, വെളിച്ചമുണ്ടാകണം. നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ പരിഭ്രമം കുട്ടിയെ കാണിക്കരുത്. നിങ്ങൾ പേടിച്ചാൽ കുട്ടി ഇരട്ടി പേടിക്കും. വിജയം ഒരു ശീലമാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ദിവസത്തെ പ്രവർത്തനം കൊണ്ടുണ്ടാവുന്നതല്ല. എന്നും രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമാണ്. കൃത്യസമയത്ത് പഠിക്കുന്നത് ഒരു ശീലമാണ്. വൃത്തിയായി എഴുതുന്നത് ഒരു ശീലമാണ്. ഈ ശീലങ്ങളുടെ ആകത്തുകയാണ് വിജയം. പരീക്ഷാപേടി മാറ്റാൻ നല്ല ശീലങ്ങൾ വളർത്തുക. പഠിക്കാൻ ഒരു നിശ്ചിത സ്ഥലം, ഒരു നിശ്ചിത സമയം. ഈ ചിട്ടകൾ മനസ്സിനെ ഓട്ടോമാറ്റിക്കാക്കും. ചിട്ടയായ ജീവിതം നയിക്കുന്നവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അച്ചടക്കമില്ലായ്മയാണ് ഭയത്തിന്റെ മാതാവ്. നമുക്ക് ചുറ്റുമുള്ള ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിവാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം. പരീക്ഷയെന്നത് ആ അറിവ് നേടാനുള്ള ഒരു പടി മാത്രമാണ്. അതൊരവസാനമല്ല. ചില കുട്ടികൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി കാണുന്നു. അല്ല, അത് ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. ഇനിയും എത്രയോ പരീക്ഷകൾ വരാനിരിക്കുന്നു. ജോലിയുടെ പരീക്ഷ, ബന്ധങ്ങളുടെ പരീക്ഷ, ആരോഗ്യത്തിന്റെ പരീക്ഷ. ഇതിനെയെല്ലാം നേരിടാൻ സ്കൂൾ പരീക്ഷകൾ ഒരു പരിശീലനം നൽകുന്നു. ഈ വലിയ ചിത്രം കുട്ടികൾക്ക് കാണിച്ചുകൊടുക്കുക. ജീവിതത്തിൽ വിജയിച്ച പലരും സ്കൂളിൽ പരാജയപ്പെട്ടവരായിരിക്കാം, മാർക്ക് കുറഞ്ഞവരായിരിക്കാം. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്ന ചിന്ത വേണ്ട. പക്ഷേ അത് പഠിക്കാതിരിക്കാനുള്ള ഒരു ലൈസൻസ് ആക്കരുത്. കഴിവിന്റെ പരമാവധി ചെയ്യുക എന്നതാണ് പ്രധാനം. എനിക്ക് ഇതിലും നന്നായി ചെയ്യാമായിരുന്നു എന്ന തോന്നൽ പരീക്ഷ കഴിഞ്ഞുണ്ടാകരുത്. അതാണ് ഏറ്റവും വലിയ വേദന. ഞാൻ എന്റെ 100% നൽകി എന്ന് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. ഫലമെന്തുമാകട്ടെ, ആ സംതൃപ്തി മതി സമാധാനമായി ഉറങ്ങാൻ. നിങ്ങൾ ഇന്ന് വിതയ്ക്കുന്നതാണ് നാളെ കൊയ്യുന്നത്. ഇന്ന് മടിയുടെ വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ നാളെ പരാജയത്തിന്റെ കളകൾ നിറയും. ഇന്ന് അധ്വാനത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ നാളെ വിജയത്തിന്റെ സ്വർണ്ണവിളവ് ലഭിക്കും. പ്രകൃതി ആരെയും പറ്റിക്കാറില്ല, കൊടുത്തത് തിരിച്ചു തരും, ചിലപ്പോൾ പലിശ സഹിതം. കുട്ടികളെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: ജീവിതം നീതിപൂർവമാണ്. നീ കഷ്ടപ്പെട്ടാൽ നിനക്ക് പ്രതിഫലം ലഭിക്കും.